ഒരൊറ്റ കാര്യം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗം ഒരുക്കുന്ന പരിശീലനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരൊറ്റ കാര്യം രണ്ടാം അധ്യായത്തിലെ ചോദ്യം ഇതാണ്: കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർക്കോ MLA MP-മാർക്കോ പോളിംഗ് ബൂത്തിൽ പോളിംഗ് ദിവസം പ്രവേശിക്കുവാൻ അനുവാദം ഉണ്ടെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങൾ. ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് മുൻപ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശാനുസരണം ആർക്കൊക്കെ പോളിംഗ് ബൂത്തിൽ പ്രവേശിക്കാമെന്ന് നമുക്ക് നോക്കാം. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടെ ആർക്കെല്ലാം പോളിംഗ് സ്റ്റേഷനിൽ പ്രവേശിക്കാമെന്ന് നമുക്ക് നോക്കാം. 8 വിഭാഗങ്ങളാണ് ഇവരുള്ളത്. ഒന്നാമത്തേത് വോട്ടർമാരാണ്, രണ്ടാമത്തേത് പോളിംഗ് ഉദ്യോഗസ്ഥരാണ്, 3 സ്ഥാനാർത്ഥിയോ ഇലക്ഷൻ ഏജന്റോ പോളിംഗ് ഏജന്റോ, 4 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരപ്പെടുത്തിയ വ്യക്തി, 5 ഇലക്ഷനുമായി ബന്ധപ്പെട്ട സർക്കാർ ജീവനക്കാരൻ, വോട്ടറുടെ കൂടെയുള്ള കൈക്കുഞ്ഞാണ് 6ാമത്, 7ാമത് അന്ധനോ അവശനോ ആയ വോട്ടറുടെ സഹായിയാണ്, 8ാമത്തേതും അവസാനത്തേതും വോട്ടറെ തിരിച്ചറിയാൻ നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. ഓരോന്നും പ്രത്യേകമായി എടുത്ത് നമുക്ക് പരിശോധിക്കാം. വോട്ടർമാരുടെ ഗണത്തിൽ ആരെല്ലാം വരും? ഓരോ പോളിംഗ് സ്റ്റേഷനിലേക്കും അനുവദിക്കപ്പെട്ട വോട്ടർ പട്ടികയിലെ മാർക്ക്ഡ് കോപ്പിയിൽ ഉള്ളവർ മാത്രമാണ് വോട്ടർമാർ എന്ന ഗണത്തിൽ വരുന്നത്. ഇതിൽ EDC എന്നോ PB എന്നോ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളവർ ഉൾപ്പെടുന്നില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റ് പോളിംഗ് സ്റ്റേഷനിലെ വോട്ടർ ഈ പോളിംഗ് സ്റ്റേഷനിലെ വോട്ടർ എന്ന ഗണത്തിൽ വരില്ല എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ. ഓരോ പോളിംഗ് സ്റ്റേഷനിലേക്കും അഥവാ പോളിംഗ് ബൂത്തിലേക്കും നിയമിക്കപ്പെട്ട പ്രിസൈഡിംഗ് ഓഫീസർ 1, 2, 3 പോളിംഗ് ഓഫീസർമാർ മാത്രമാണ് പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ഗണത്തിൽ വരുന്നത്. പോളിംഗ് സ്റ്റേഷനിലേക്ക് പ്രവേശനാനുമതിയുള്ള 3ാമത്തെ കൂട്ടം സ്ഥാനാർത്ഥിയും ഇലക്ഷൻ ഏജന്റും പോളിംഗ് ഏജന്റുമാരുമാണ്. ആ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയും അയാൾ നിയമിക്കുന്ന മുഖ്യ തിരഞ്ഞെടുപ്പ് ഏജന്റും പ്രസ്തുത പോളിംഗ് സ്റ്റേഷനിലേക്ക് സ്ഥാനാർത്ഥി നിയമിച്ച ഏജന്റുമാണ് പ്രവേശിക്കാൻ അനുമതി നൽകിയിട്ടുള്ളത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക: ഒരു സമയത്ത് ഒരു സ്ഥാനാർത്ഥിയുടെ ഒരു പോളിംഗ് ഏജന്റിന് മാത്രമേ പോളിംഗ് ബൂത്തിലേക്ക് പ്രവേശനമുള്ളൂ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരപ്പെടുത്തുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? ആദ്യമായി ഇലക്ഷൻ ഒബ്സർവേഴ്സ് അഥവാ തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ ഈ ഗണത്തിൽ വരുന്നു. രണ്ടാമത്തേത് മൈക്രോ ഒബ്സർവർമാരാണ്. ഇവരെ ഒബ്സർവർമാരോ അല്ലെങ്കിൽ ജില്ലാ ഇലക്ഷൻ ഓഫീസറോ ആണ് നിയമിക്കുന്നത്. എല്ലാ പോളിംഗ് ബൂത്തിലും പോളിംഗ് സ്റ്റേഷനിലും മൈക്രോ ഒബ്സർവർമാർ ഉണ്ടാകണമെന്നില്ല. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പോളിംഗ് പ്രൊസീജിയർ നിരീക്ഷിക്കുന്നതിനാണ് മൈക്രോ ഒബ്സർവർമാരെ നിയമിക്കുന്നത്. 3ാമത്തെ കൂട്ടർ വീഡിയോഗ്രാഫർമാരാണ്. എല്ലാ ബൂത്തിലും വീഡിയോഗ്രാഫർമാർ ഉണ്ടാകണമെന്നില്ല. നിയോഗിക്കപ്പെട്ട വീഡിയോഗ്രാഫർമാർ നിയോഗിക്കപ്പെട്ട ബൂത്തുകളിൽ വീഡിയോഗ്രാഫി ചെയ്യുമ്പോൾ തിരഞ്ഞെടുപ്പ് ചട്ടം പ്രകാരമുള്ള സീക്രസി ഓഫ് വോട്ടിംഗ് അഥവാ വോട്ടിംഗിന്റെ രഹസ്യാത്മകത പരിരക്ഷിക്കുവാൻ ബാധ്യസ്ഥരാണ്. ഒരു കാരണവശാലും ഒരാൾ ഏത് സ്ഥാനാർത്ഥിക്ക് വോട്ട് രേഖപ്പെടുത്തുന്നു എന്നുള്ളത് വീഡിയോഗ്രാഫിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. 4ാമത്തെ കൂട്ടം വെബ്കാസ്റ്റിംഗ് ഉദ്യോഗസ്ഥരാണ്. ക്രിട്ടിക്കൽ പോളിംഗ് സ്റ്റേഷനുകൾ, വൾണറബിൾ പോളിംഗ് സ്റ്റേഷനുകൾ എന്ന് നേരത്തെ തന്നെ തയ്യാറാക്കിയ ലിസ്റ്റിലുള്ള പോളിംഗ് സ്റ്റേഷനുകളിലാണ് വെബ്കാസ്റ്റിംഗ് സാധാരണയായി നടക്കുന്നത്. അങ്ങനെ വെബ്കാസ്റ്റിംഗ് നടത്തുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ബൂത്തുകളിലാണ് ഈ ഉദ്യോഗസ്ഥരെത്തുന്നത്. അവർ വെബ്കാസ്റ്റിംഗിന്റെ പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടുന്നത്. അവർക്ക് ഈ പോളിംഗ് ബൂത്തിലേക്ക് പ്രവേശിക്കാൻ അനുമതിയുണ്ട്. 5ാമത്തെ കൂട്ടർ സെക്ടറൽ ഓഫീസർമാരാണ്.
പോളിംഗ് ടീമിന് വേണ്ട സൗകര്യങ്ങൾ, ഫെസിലിറ്റേഷൻ തുടങ്ങിയവ നൽകുന്നത് സെക്ടറൽ ഓഫീസർമാരാണ്. ഇതുകൂടാതെ ഇടയ്ക്കിടയ്ക്ക് പോളിംഗ് സ്റ്റേഷനിൽ വന്ന് പോളിംഗ് നടപടികൾ നിരീക്ഷിക്കുവാൻ ഇവർക്ക് അധികാരമുണ്ട്. ചില പ്രത്യേക ഘട്ടങ്ങളിൽ ഇവരുടെ സേവനം പോളിംഗ് ബൂത്തിൽ അനിവാര്യവുമാണ്. ഉദാഹരണത്തിന് കൺട്രോൾ യൂണിറ്റോ ബാലറ്റ് യൂണിറ്റോ വിവിപാറ്റോ ഒക്കെ മാറ്റപ്പെടുമ്പോൾ ഒക്കെ സെക്ടറൽ ഓഫീസറുടെ സാന്നിധ്യം അനിവാര്യമാണ്. അവസാനത്തേത് കമ്മീഷൻ അനുവാദം നൽകുന്ന മറ്റുള്ളവരാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇലക്ഷൻ കമ്മീഷൻ ഒബ്സർവർമാർ മുഖേനയോ ജില്ലാ ഇലക്ഷൻ ഓഫീസർ മുഖേനയോ ചില വ്യക്തികൾക്ക് പോളിംഗ് ബൂത്തിലേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകാറുണ്ട്. രേഖാമൂലമുള്ള ഈ അനുമതിയുമായി വരുന്നവർക്ക് പോളിംഗ് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. പോളിംഗ് സ്റ്റേഷൻ പരിപാലനത്തിനായി നിയോഗിക്കപ്പെട്ടവർ, ഇലക്ഷൻ ഡ്യൂട്ടിയിൽ പോളിംഗ് സ്റ്റേഷനിലെ പ്രവൃത്തികൾക്ക് നിയോഗിക്കപ്പെടുന്നവർ, ഇവരൊക്കെയാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട സർക്കാർ ജീവനക്കാരുടെ കൂട്ടത്തിൽ വരുന്നത്. പോലീസുകാരും സെക്യൂരിറ്റി ജീവനക്കാരും ഇതിൽ ഉൾപ്പെടുന്നില്ല. പോളിംഗ് ഗ്രൂപ്പിനൊപ്പം സഞ്ചരിക്കുന്ന പോലീസുകാർ അഥവാ ഗാർഡുകൾ അഥവാ എക്സ് സർവീസ്മെൻ അഥവാ NCC സ്കൗട്ട്സ് തുടങ്ങിയ കുട്ടികൾ ഇവരൊന്നും തന്നെ ഈ പോളിംഗ് സ്റ്റേഷനകത്തേക്ക് പ്രവേശിക്കുവാൻ പാടുള്ളതല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വോട്ടറുടെ കൂടെയുള്ള മുലയൂട്ടുന്ന കൈക്കുഞ്ഞിന് പോളിംഗ് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാം. എന്നാൽ ഒരേ കൈക്കുഞ്ഞ് വിവിധ കൈകളിലൂടെ മാറി മാറി വിവിധ ആളുകൾക്കൊപ്പം വരുന്നത് തടയുവാനുള്ള ശ്രമം പ്രിസൈഡിംഗ് ഓഫീസറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതാണ്. പ്രവേശനാനുമതിയുള്ള 7ാമത്തെ കൂട്ടർ അന്ധനോ അവശരോ ആയ വോട്ടറുടെ സഹായിയാണ്. തിരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചട്ടം 1961 സെക്ഷൻ 49N പ്രകാരം അന്ധനോ അവശനോ ആയ ഒരു വോട്ടർക്ക് ഒരു സഹായിയെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ബൂത്തിലേക്ക് കൊണ്ടുപോകാവുന്നതാണ്. എന്നാൽ ഈ സഹായി 18 വയസ്സിൽ മുകളിലുള്ള വ്യക്തിയായിരിക്കണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനെ ഒരാൾ അന്ധനോ അവശനോ ആയ ആൾക്ക് വേണ്ടി വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ അയാൾ പറയുന്നതനുസരിച്ച് വോട്ട് രേഖപ്പെടുത്തുവാൻ ബാധ്യസ്ഥനുമാണ്. അവസാന വിഭാഗം തിരിച്ചറിയൽ ഉദ്യോഗസ്ഥരാണ്. ഏതെങ്കിലും ഒരു വോട്ടറെ തിരിച്ചറിയുവാൻ സഹായിക്കുന്നതിനായി പ്രിസൈഡിംഗ് ഓഫീസർ ചുമതലപ്പെടുത്തുന്ന ആളാണ് തിരിച്ചറിയൽ ഉദ്യോഗസ്ഥൻ. ഈ വ്യക്തി സർക്കാർ ജീവനക്കാരൻ ആയിരിക്കണമെന്ന് നിബന്ധനയൊന്നുമില്ല. എന്നാൽ ഒരു സ്ത്രീ വോട്ടറെ തിരിച്ചറിയുന്നതിന് വേണ്ടി നിയമിക്കപ്പെടുന്ന തിരിച്ചറിയൽ ഉദ്യോഗസ്ഥൻ സ്ത്രീ ആയിരിക്കുന്നത് അഭികാമ്യമായിരിക്കുമെന്ന് കമ്മീഷൻ പറയുന്നു. പോളിംഗ് സ്റ്റേഷനിലേക്ക് പ്രവേശന അനുമതിയുള്ളത് ആരൊക്കെയാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം, ഒറ്റക്കാര്യത്തിലെ 2ാം അധ്യായത്തിലെ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് നമുക്ക് വരാം. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരോ MP MLA മാരോ പോളിംഗ് ബൂത്തിലേക്ക് അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശിക്കുവാൻ അനുമതിയില്ല. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർക്കോ MP MLA മാർക്കോ പോളിംഗ് ബൂത്തിലേക്ക് അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശിക്കുവാൻ അനുമതിയില്ല. എന്നാൽ അദ്ദേഹം ആ പോളിംഗ് സ്റ്റേഷനിലെ വോട്ടർ ആണെങ്കിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനും ആ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണെങ്കിൽ വോട്ടിംഗ് പ്രൊസീജിയർ നിരീക്ഷിക്കുന്നതിനും പോളിംഗ് ബൂത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു. ഇലക്ഷൻ ഏജന്റോ പോളിംഗ് ഏജന്റോ ആയി ഈ കൂട്ടർ വന്നാൽ എന്തു ചെയ്യും? തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ 1/4/2014 464/INST/2014/EPS എന്ന നിർദ്ദേശപ്രകാരം ഒരു കേന്ദ്ര സംസ്ഥാന മന്ത്രിക്കോ MLA MP തുടങ്ങിയവർക്കോ കോർപ്പറേഷൻ മേയർ ഇവർക്കൊക്കെ തന്നെ പോളിംഗ് ഏജന്റായോ
ഇലക്ഷൻ ഏജന്റായോ പ്രവർത്തിക്കുവാൻ കഴിയില്ല എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നതിനാൽ പോളിംഗ് ഏജന്റായോ ഇലക്ഷൻ ഏജന്റായോ ഇവരാരും തന്നെ പോളിംഗ് ബൂത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ പാടുള്ളതല്ല. പോളിംഗ് ബൂത്തിലേക്ക് ആർക്കൊക്കെ പ്രവേശിക്കാമെന്ന് മനസ്സിലാക്കിയിരിക്കുമെന്ന് കരുതുന്നു. ഒരൊറ്റ കാര്യം എന്ന ഉദ്യോഗസ്ഥ പരിശീലന പരിപാടിയുടെ 2ാം അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി. ഈ പരിശീലന പരിപാടിയുടെ ക്രോഡീകരണവും ഡിസൈനും നിർവഹിച്ചത് മധു പി, സംസ്ഥാനതല മാസ്റ്റർ ട്രെയിനർ ആൻഡ് സ്പെഷ്യൽ തഹസിൽദാർ LAKBIC പാലക്കാട്. മൊബൈൽ നമ്പർ 94 470 42 602 94 470 42 602. ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു.